ഹായ് ഓൾ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ഈ കോൺ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. കോൺ കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം, വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ കോണൊക്കെ കഴിച്ചതിന് ശേഷമുള്ള നമ്മുടെ ഈ കോണിൻ്റെ കവർ ഉണ്ടല്ലോ, അത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾ കോൺ കഴിച്ചതിന് ശേഷം കോണിൻ്റെ കവർ ഇതേപോലെ എടുത്ത് നന്നായിട്ട് ഉണക്കി വയ്ക്കാം. ഉണക്കിയെടുത്തതിന് ശേഷം ഇനി എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം കേട്ടോ. ഇതിൽ നിന്ന് ഈ ഒരു ലീഫ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം, ഇങ്ങനെ പറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ലീഫുകളൊക്കെ നമുക്ക് ആദ്യമേ റിമൂവ് ചെയ്തെടുക്കാം ഇതിൽ നിന്ന്. എന്നിട്ട് ആ ലീഫിനെ ഞാൻ 2 പീസായിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത് നാട്ടിൽ ബോംബെയിൽ ചെന്ന സമയത്താണ്. അപ്പോൾ അതിന് ഈ സിസേഴ്സൊക്കെ രാത്രി എല്ലാവരും ഉറങ്ങിയ സമയത്താണ് ചെയ്തിരുന്നത്. സിസേഴ്സ് ഒന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൈ കൊണ്ടാണ് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു 4 പീസസായിട്ട് ഇതിനെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോയുടെ ക്ലാരിറ്റിക്കും ചെറിയൊരു പ്രശ്നം ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചിലതൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ചിലത് മാത്രമാണ് 4 പീസ്, ചിലത് 2 പീസ്. ഇനി നമ്മൾ ഒരു പീസ് എടുത്ത് ഇതേപോലെ മടക്കി പിടിച്ചതിന് ശേഷം ഒന്ന് ട്വിസ്റ്റ് ചെയ്തു. ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ മടക്കി. ഓക്കെ, മടക്കിയതിന് ശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഒരു ഫിംഗർ ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗം നമ്മൾ നന്നായിട്ടിങ്ങനെ പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് ഗ്ലൂ കൂടെ വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിലും ഇതിങ്ങനെ ഇരുന്നോളും. കണ്ടോ? അപ്പോൾ ഇതിങ്ങനെ ഒരു പെറ്റൽ ഷേപ്പിൽ കിട്ടും. അതായത് കാണിച്ചു തരാം. ഇങ്ങനെ വെച്ചു, അതിൻ്റെ ഒരു സെൻറ്റർ ഭാഗം കണ്ടിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചുളിച്ചു. എന്നിട്ട് ഒറ്റ ട്വിസ്റ്റിങ്, എന്നിട്ട് താഴത്തോട്ട് മടക്കി കൊടുക്കാം. നിങ്ങൾക്കത് പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിലും കണ്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്കിങ്ങനെ കിട്ടും. എന്നിട്ട് ഉള്ളിലോട്ട് നമ്മുടെ ഫിംഗർ വയ്ക്കുക, ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതേപോലെ നമ്മൾ എല്ലാതും ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരെണ്ണം കൂടെ കാണിക്കാം. ജസ്റ്റ് ഇത് ഇത്തിരി വലുപ്പമുണ്ട്, അപ്പോൾ അത് ഞാൻ ചെറുതാക്കി അതിനെ ഇങ്ങനെ പിരിച്ചു താഴത്തോട്ട് മടക്കി ബാക്കിലോട്ട് ആക്കിയിട്ട് ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഫിംഗർ ഉള്ളിലോട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ കുറച്ചധികം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ചധികം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പി എടുക്കുകയാണ് ക്രാഫ്റ്റിൻ്റെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളുടെ ആ ഒരു ലീഫ് ഉണ്ടല്ലോ, അത് നമ്മൾ ഒരു പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കാണുന്ന പോലെ കമ്പീനെ ആദ്യം ഒന്ന് ഈ ഒരു എൻഡ് ഭാഗം ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് ഇതിലോട്ട് വെച്ചൊന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്പി അവിടെ ഫിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ഗ്ലൂ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഒരുപാട് നമ്മളുടെ ഇവിടെയുള്ള പോലെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഉള്ളിലൊരു ബഡ് പോലെ ആ ഒരു ഫ്ലവറിൻ്റെ ഒരു ഇതില്ലേ, അത് വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മളിങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ? ജസ്റ്റ് ആ ഒരു ഭാഗം ലൂസായിട്ട് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരുപാട് ഇതായിട്ടല്ല. ജസ്റ്റ് ആ കോൺ ഹസ്കിന് നമ്മൾ ഇങ്ങനെ ഒന്ന് ഹാഫ് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ അങ്ങ് ആക്കി കൊടുത്തു. കാണുന്നില്ല അല്ലേ? വീഡിയോ ഷൂട്ട് ചെയ്തതിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അത് കണ്ടോ? ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അധികം വേണ്ട, കുറച്ച് ഭാഗമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നിങ്ങൾ സിസേഴ്സൊക്കെ യൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സിസേഴ്സ് ഇല്ലായിരുന്നു. ഞാനിനി അപ്പുറത്തെ റൂമിൽ പോയി എടുത്ത് കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അച്ഛനും അമ്മയൊക്കെ എണിക്കും. ഒരുപാട് രാത്രിയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ റൂമിലില്ല. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാവുന്ന ആളാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ എണീപ്പിക്കേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പരിപാടി ചെയ്യുന്നത്. നിങ്ങൾ സിസേഴ്സ് യൂസ് ചെയ്യുക, നല്ല ഫിനിഷിങ്ങിലൊക്കെ കിട്ടാനായിട്ട് കേട്ടോ. ഇനി നമ്മുടെ ഒരേ പെറ്റൽസ് ആയിട്ട് എടുക്കുക. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മളൊരു കാര്യം ചെയ്യണം. ഇതിനൊന്ന് ജസ്റ്റ് കറക്റ്റായിട്ട് വെക്കുക, ഫോൾഡ് ചെയ്യുക. ഞാൻ കണ്ടോ, കൈ കൊണ്ട് മുറിച്ചുകൊണ്ട് ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് അങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ആ ഒരു കീറിപ്പോയ ഭാഗം അത്രയും അങ്ങ് മനസ്സിലാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് ഞാനൊരു ത്രെഡ് ഇട്ട് കെട്ടുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് സാധാ നൂലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കൊണ്ടുപോയ ക്രാഫ്റ്റ് ബോക്സ് കുറച്ച് സാധനങ്ങൾ മാത്രമേ കൊണ്ടുപോയുള്ളൂ. ഞാൻ കുറച്ച് ദിവസത്തേക്കാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് വൂളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വൂൾ വെച്ചിട്ട് അങ്ങ് കെട്ടിക്കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മാത്രമായിട്ട് വെച്ചാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. കുഞ്ഞ് ബഡ് പോലെ ചെയ്തെടുത്താലും നല്ല രസമായിരിക്കും. അപ്പം നമ്മൾ ഗ്ലൂ ഉണ്ടെങ്കിൽ ഗ്ലൂ വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ നോർമൽ ത്രെഡ് വെച്ച് ചെയ്യുക. അതല്ലെങ്കിൽ ഇപ്പോൾ വൂൾ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഓരോ ഫ്ലവറിൻ്റെ പെറ്റൽസും നമ്മൾ ഇതേപോലെ വെക്കുക, അങ്ങ് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഫ്ലവർ ഓരോന്നായിട്ട് വെച്ചിട്ട് നമുക്കിങ്ങനെ കെട്ടി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിപ്പോൾ നമ്മുടെ മുല്ലപ്പൂവൊക്കെ ഉണ്ടാക്കാൻ അങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ. നല്ല രസമായിട്ടിരിക്കും മുല്ലപ്പൂവൊക്കെ ആണെങ്കിൽ. അപ്പോൾ നമ്മളൊന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട് കെട്ടുന്ന സമയത്ത്.
എന്നിട്ട് ഒരെണ്ണം വെച്ചിട്ട് അതിൻ്റെ ഒരു പെറ്റൽസ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തായിട്ട് അടുത്ത പെറ്റൽസ് അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ കെട്ടിയെടുക്കുന്നത് കേട്ടോ. വെക്കുന്ന സമയത്ത് ഒന്നും കൂടെ ആ ഒരു ഫിംഗർ വെച്ചിട്ടൊന്ന് പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ 3 പെറ്റൽസ് വെച്ചപ്പോൾ ഒരുവിധം ഫുള്ളായിട്ട് കവറായി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് അതിനെ വെച്ച് നോക്കുകയാണ് എങ്ങനെയാണ് ഓക്കെ ആണോ എന്ന്. എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ സൈഡിൽ ആ ഗ്യാപ്പുകൾ വരുന്ന ഭാഗത്തും കൂടെ ഓരോ പെറ്റൽസും കൂടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വീഡിയോയിൽ എല്ലാതും കാണാനില്ലല്ലോ, ഞാൻ ആ കൈ മൂവ്മെൻറ്റ് മാറ്റുന്നതിനനുസരിച്ച് ഇതേപോലെ ചെയ്തെടുക്കാം. എൻ്റെ ക്യാമറ ട്രൈപ്പോഡൊന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ചെറിയൊരു ഫോൺ സ്റ്റിക്ക് ഉണ്ടല്ലോ, സെൽഫി സ്റ്റിക്കും വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സാഹസം ചെയ്യുന്നത് കേട്ടോ. അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കണ്ടോ, 2 എണ്ണത്തിൻ്റെ ആ ഒരു ഗ്യാപ്പ് വരുന്ന സ്ഥലത്താണ് നമ്മൾ അടുത്ത പെറ്റൽസ് വെക്കുന്നത്. അവിടെയാണ് നമ്മൾ കെട്ടിക്കൊടുക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതേപോലെ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ കെട്ടിയെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഒരു 2 ലെയർ ഇതുപോലെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലവർ ആ ഒരു ഷേപ്പിലോട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ വെച്ചിട്ട് ആക്കിയെടുക്കുക. കണ്ടോ, അപ്പോൾ ഇതേപോലെ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അടിഭാഗം നമ്മൾ കെട്ടി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ എല്ലാം അത് ഊരിപ്പോരും. അപ്പോൾ ഇതുപോലെ കെട്ടുകയാണെങ്കിൽ നമ്മുടെ ഒരു പെറ്റലിൻ്റെ താഴെ ഭാഗത്തിന് കുറച്ച് ലെങ്ത്ത് ഇടണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റെമ്മ് ചെയ്യണ്ടേ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫ്ലോറൽ ടേപ്പ് ഒന്നും ഇല്ല. നമ്മൾ എക്സസ് ആയിട്ടുള്ള ആ വൂളൊക്കെ കട്ട് ചെയ്ത് മാറ്റി, എന്നിട്ട് നമ്മുടെ നോർമൽ ടേപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ടേപ്പ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടേപ്പ് വെച്ച് ഞാൻ അങ്ങ് ചുറ്റി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഫ്ലോറൽ ടേപ്പോ അല്ലെങ്കിൽ ഫ്ലോറൽ ടേപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ഇതൊന്നും ഇപ്പോൾ ഇല്ല. നമ്മൾ ഹോം മെയ്ഡ് ഫ്ലോറൽ ടേപ്പൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ഇതാ ജസ്റ്റ് നമ്മൾ സെല്ലോ ടേപ്പ് ഇതേപോലെ ഫുള്ളായിട്ട് ഒരു സ്റ്റെമ്മിന് ചുറ്റി കൊടുക്കുക. ഇനി നമ്മൾ ടേപ്പൊക്കെ ഒട്ടിച്ച് സ്റ്റെമ്മൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഇതിങ്ങനെ വൈറ്റ് ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഭംഗി തോന്നിയില്ല കേട്ടോ. ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അതിൻ്റെ എൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് റെഡ് പെയിൻറ്റ് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് 2-3 കളർ പെയിൻറ്റൊക്കെ നാട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ നോർമൽ ആക്രിലിക് പെയിൻ്റാണിത്. അപ്പോൾ ട്യൂബല്ലേ, അപ്പോൾ കൊണ്ടുപോകാൻ ഈസി ആയിരുന്നു. അപ്പോൾ ഇതാ ഇതിൻ്റെ എൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ കുറച്ച് പെയിൻറ്റുകൾ കൊടുത്തെടുത്തു. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു എല്ലാ പെറ്റൽസിൻ്റെയും ആ ഒരു എൻഡ് ഭാഗത്ത് കേട്ടോ, പിന്നെ താഴെ വരുന്ന ഈ ഒരു ഭാഗം നമ്മൾ ജസ്റ്റ് ഒരു ലൈറ്റ് കളറ് ആക്കി കൊടുത്തു കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ കൊടുത്തു, അതായത് ആ താഴെ ഭാഗത്ത് കുറച്ച് ലൈറ്റായിട്ടല്ലേ കാണാം. അപ്പോൾ ആ ഒരു ഇത് വരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ലൈറ്റ് കളറ് താഴോട്ടും കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വൈറ്റ് മാത്രമായിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഏതാണെങ്കിൽ അത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്റ്റെമ്മിൻ്റെ അവിടെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫ്ലോറൽ ടേപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഗ്രീൻ കളർ പെയിൻറ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ജസ്റ്റ് ഗ്രീൻ കളർ കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ആ ഒരു സംഭവമില്ലേ, ഫ്ലവറിൻ്റെ ഇതിൽ കാണുന്ന ആ ഒരു കളർ ഞാൻ ഇങ്ങനെ മുകളിലോട്ട് ആക്കിയിട്ട് താഴേന്ന് ഇങ്ങനെ ആക്കി ആദ്യമേ ഇതാക്കി കൊടുത്തു. എന്നിട്ട് മുകളിലോട്ട് നമ്മളിതാ ഇങ്ങനെ ആക്കി കൊടുത്തു കേട്ടോ. ഇനി നമ്മുടെ താഴെയുള്ള ആ ഒരു ബാക്കി ഭാഗം കൂടെ നമ്മളിങ്ങനെ ഗ്രീൻ കളർ കൊടുത്ത് നമ്മുടെ സ്റ്റെമ്മ് ഫിനിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് ബഡ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മുടെ നോർമൽ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ പീസ് ഓഫ് പേപ്പർ മതി കേട്ടോ. പേപ്പർ എടുത്തതിന് ശേഷം നമ്മളൊരു കമ്പി വെച്ചു. എന്നിട്ട് അതിലോട്ട് ഇങ്ങനെ ഒരു ബോൾ ഷേപ്പ് വരുന്ന വിധത്തിൽ ആ ഒരു കമ്പീനെ ഈ ഒരു പേപ്പർ കൊണ്ട് ഇങ്ങനെ റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതേപോലെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരു പീസ് ഓഫ് പേപ്പർ ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു ബോൾ ഷേപ്പ് പോലെ വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് പിടിച്ച് കറക്റ്റായിട്ട് അതിൻ്റെ താഴത്തോട്ടൊക്കെ ഒന്ന് പിടിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും അതിനെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കോണിൻ്റെ ഹസ്ക് എടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഒന്നിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഒരു ഫോൾഡിംഗ് ഒന്നും വരാത്ത വിധത്തിൽ ഒരു ബഡിൻ്റെ ഷേപ്പ് വരുന്ന വിധത്തിൽ വെച്ചതിന് ശേഷം അതിനെ നന്നായിട്ട് വെച്ചിട്ട് താഴത്തെ ഭാഗം ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കാം. പിരിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ കൈ കൊണ്ട് തന്നെ പിരിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ത്രെഡ് വെച്ചിട്ട് ആ ഒരു ഭാഗവും നമ്മൾ നന്നായിട്ട് നല്ല ടൈറ്റിൽ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ബഡ് ചെയ്തു. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഇത് 2 ലീഫ് വെച്ചിട്ട് പെറ്റൽസ് വെച്ചിട്ട് ചെയ്ത ഫ്ലവർ, പിന്നെ ഒരുപാട് പെറ്റൽസ് വെച്ചിട്ട് ചെയ്ത ഫ്ലവർ, അതുപോലെ തന്നെ നമ്മുടെ ബഡ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആ ഒരു ഗ്രീൻ ലീഫും കൂടെ വെച്ച് ഇങ്ങനെ ഒരു ഫ്ലവർ പോലെ ഞാനിങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്നിരുന്ന ഒരു ഫ്ലവർ വേസിലിരുന്നിരുന്ന ഫ്ലവറിൻ്റെ ലീഫ് ഞാനിങ്ങനെ പറിച്ചെടുത്തതാണ് കേട്ടോ. അമ്മയുടെ ലീഫാണ്, അറിയില്ല അമ്മ എന്ന് പറയാതെ. പക്ഷേ ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മ ഒന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ. അമ്മയ്ക്ക് ഇഷ്ടമായി ഫ്ലവറൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പം ഞാനിങ്ങനെ കൊണ്ടുപോയിട്ട് അത് ആ ഫ്രണ്ട് റൂമിൽ ഇങ്ങനെ വെച്ചു കേട്ടോ. അപ്പോൾ ഞാനിത് എന്ത് വെച്ചു, ഇതൊരു ബഞ്ച് പോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഫ്ലവർ വേസിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതെങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ അതല്ലാതെ ഞാൻ വെച്ച് ഇങ്ങനെ ഒരു ബഞ്ചായിട്ട് ചെയ്യാമെന്ന്. എല്ലാത്തിനും സ്റ്റെമ്മിൽ നമ്മളിങ്ങനെ കളറൊക്കെ കൊടുത്തു കേട്ടോ.
അപ്പോൾ ഇത് ഞാൻ കറക്റ്റായിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് വെച്ചതിന് ശേഷം അതൊന്ന് എല്ലാ കമ്പികളും താഴെ വരുന്ന എല്ലാ കമ്പികളും വെച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൂട്ടോ. ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ഫ്ലവർ ബഞ്ച് പോലെ ഡെക്കറേറ്റ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ ആ ഒരു കുഞ്ഞ് മണി പോലത്തെ സംഭവം, ആ ഒരു ഫ്ലവർ അവിടെ ഇരിക്കുന്ന കണ്ടില്ലേ, അതിലുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വെച്ചപ്പോൾ വേറൊരു ലുക്ക് കിട്ടുമെന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചാണ്. അതും കൂടെ വെച്ച് അങ്ങനെ അങ്ങ് ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കോൺ ഹസ്ക് കൊണ്ട് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ നോർമൽ പേപ്പർ കൊണ്ടായാലും ഇതേപോലത്തെ ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. നല്ല രസമല്ലേ കാണാനായിട്ട്? എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഇത് ഒരുപാട് നാൾ നിങ്ങൾക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാർണിഷും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.